ഇന്ത്യൻ വാഹന വിപണിയിൽ ഇപ്പോൾ ഒരു വലിയ ചലനമുണ്ടായിരിക്കുകയാണ്. JSW-MG മോട്ടോർ ഇന്ത്യ 2026 MG ഹെക്ടർ ഫേസ്ലിഫ്റ്റ് ഔദ്യോഗികമായി അവതരിപ്പിച്ചു. ഇത് കടുത്ത മത്സരം നടക്കുന്ന മിഡ് സൈസ് SUV സെഗ്മെന്റിൽ ഒരു വലിയ തരംഗമുണ്ടാക്കിയിരിക്കുകയാണ്. ആ രംഗം ഒന്ന് സങ്കൽപ്പിച്ച് നോക്കൂ. ലോഞ്ചിന് മുന്നേ തന്നെ സംസാരവിഷയമായിരുന്ന രാജ്യമെമ്പാടുമുള്ള ഡീലർഷിപ്പുകളിൽ ഇപ്പോൾ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും എതിരാളികൾക്ക് ഒരു വെല്ലുവിളിയാകാനും പോന്ന ഒരു വാഹനം ഔദ്യോഗികമായി അവതരിപ്പിക്കുകയാണ്. ഇതൊരു വെറും കാർ ലോഞ്ച് മാത്രമല്ല, വിപണിയിൽ ആധിപത്യം ഉറപ്പിക്കാൻ തീരുമാനിച്ച ഒരു നിർമ്മാതാവിന്റെ തന്ത്രപരമായ നീക്കവും ഒരു ധീരമായ നിലപാടുമാണ്. 11.99 ലക്ഷം രൂപ എക്സ് ഷോറൂം എന്ന ആകർഷകമായ പ്രാരംഭ വിലയിലെത്തുന്ന അപ്ഡേറ്റ് ചെയ്ത ഹെക്ടറും അതിന്റെ കൂട്ടാളിയായ ഹെക്ടർ പ്ലസും വലിയ ശ്രദ്ധ നേടുമെന്ന് ഉറപ്പാണ്. ഇന്നലെ ഹെക്ടറിന്റെ മുഴുവൻ വേരിയന്റ് വിവരങ്ങൾ, ഫീച്ചർ ലിസ്റ്റുകൾ, എഞ്ചിൻ സ്പെസിഫിക്കേഷനുകൾ എന്നിവ മാധ്യമങ്ങളിലെല്ലാം എത്തി. ഇത് ഓൺലൈൻ തിരയലുകളിൽ പെട്ടെന്ന് വലിയ വർധനവിന് കാരണമായി. പുതിയ മാറ്റങ്ങൾ എന്താണെന്ന് അറിയാൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ഉപഭോക്താക്കൾ ചിത്രങ്ങൾ, സ്പെസിഫിക്കേഷൻ വിവരങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട വില താരതമ്യങ്ങൾ എന്നിവയ്ക്കായി ഉടൻ തന്നെ ഓട്ടോ പോർട്ടലുകളിലേക്ക് കൂട്ടമായി എത്തി. MG അവരുടെ ഈ മുൻനിര SUVയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്? ഇതിനോടകം തന്നെ ശക്തരായ എതിരാളികൾ നിറഞ്ഞ ഈ വിപണിയെ ഈ പുതിയ മാറ്റങ്ങൾക്ക് ശരിക്കും ഇളക്കിമറിക്കാൻ കഴിയുമോ? ഇതിന്റെ ഉത്തരം വാഹനത്തിന്റെ ഭംഗി കൂട്ടിയതിലും ഉൾഭാഗത്തെ മെച്ചപ്പെടുത്തലുകളിലും അതുപോലെ എല്ലാവരും ആകാംക്ഷയോടെ സംസാരിക്കുന്ന തന്ത്രപരമായ പവർട്രെയിൻ തീരുമാനങ്ങളിലുമാണ്. ഈ ലോഞ്ച് വെറുമൊരു പുതിയ മോഡലിനെക്കുറിച്ചുള്ളതല്ല, മറിച്ച് ഇന്ത്യൻ കാർ വിപണിയുടെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ഒരു ക്രോം ഗ്രിൽ മുതൽ ഡീസൽ ഓപ്ഷൻ വൈകുന്നതുവരെയുള്ള ഓരോ ചെറിയ കാര്യവും ഒരു വാങ്ങൽ തീരുമാനത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന കാലമാണിത്. പുതിയ ഹെക്ടറിനെ ഒന്നെടുത്ത് പരിചയപ്പെടുമ്പോൾ ആദ്യം നമ്മുടെ കണ്ണിലുടക്കുന്നത് വലുതും വീതിയേറിയതും നല്ല ക്രോം ഫിനിഷോടുകൂടിയതുമായ മുൻഗ്രിലാണ്. ഇതൊരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഈ SUVയുടെ റോഡ് പ്രസൻസിന് കൂടുതൽ ഗാംഭീര്യവും പ്രീമിയം ലുക്കും നൽകുന്നു. മുൻഭാഗത്തെ ഡിസൈനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇത് ഹെക്ടറിന്റെ തനത് രൂപം നിലനിർത്തിക്കൊണ്ടുതന്നെ ഒരു പുത്തൻ ആധുനിക ഭാവം നൽകുന്നു. ആകർഷകമായ LED ഹെഡ്ലാമ്പുകളും വേറിട്ട ഡ്യാറലുകളും അതേപടി നിലനിൽക്കുന്നുണ്ടെങ്കിലും പുതിയ ബമ്പർ ഡിസൈനുമായി ഇത് കൂടുതൽ ചേർന്നുപോകുന്നതായും കൂടുതൽ ആധുനികമായും അനുഭവപ്പെടുന്നു. പക്ഷേ ഈ മാറ്റങ്ങൾ മുൻഭാഗത്ത് മാത്രം ഒതുങ്ങുന്നില്ല. പിന്നിലേക്ക് വന്നാൽ കാര്യമായ പരിഷ്കാരങ്ങൾ കാണാം. കണക്റ്റഡ് LED ടെയിൽ ലാമ്പ് ലേഔട്ടും ബാഡ്ജിംഗും അതേപടി നിലനിർത്തിയിട്ടുണ്ട്. ഇത് തുടർച്ച നൽകുന്നു. എന്നാൽ പിൻഭാഗത്തെ ബമ്പർ പൂർണ്ണമായും പുതിയതാണ്. ഏറ്റവും പ്രധാനമായി പഴയ മോഡലിലെ 4 ഡ്യുവൽ എക്സ്ഹോസ്റ്റുകൾ ഒഴിവാക്കി ഇത് കൂടുതൽ വൃത്തിയുള്ളതും ആധുനികമായ ഒരു ഫിനിഷും നൽകുന്നു. ഈ ചെറിയ കാര്യങ്ങളിലെ ശ്രദ്ധ പോലും ഹെക്ടറിന്റെ രൂപകൽപ്പനയിലെ ഭംഗി മെച്ചപ്പെടുത്തുന്നതിൽ MGയുടെ പ്രതിബദ്ധത വ്യക്തമാക്കുന്നു. ഉള്ളിലേക്ക് വന്നാൽ കഥ അവിടെയും അവസാനിക്കുന്നില്ല. കൂടുതൽ ആഡംബരവും സ്റ്റൈലും നൽകാനാണ് ഇവിടെയും ശ്രമിച്ചിരിക്കുന്നത്. ഡാഷ്ബോർഡ് ലേഔട്ട് പരിചിതമായ ഉപയോക്തൃ സൗഹൃദ ഡിസൈൻ നിലനിർത്തുന്നുണ്ടെങ്കിലും പുതിയ ഡ്യുവൽ ടോൺ ഇന്റീരിയർ തീമുകളുടെ വരവ് ഈ ഫേസ്ലിഫ്റ്റിനെ ശരിക്കും വേറിട്ട് നിർത്തുന്നു. ഹെക്ടറിൽ ഇപ്പോൾ മനോഹരമായ ഐസ് ഗ്രേ ഇന്റീരിയർ ലഭ്യമാണ്. ഹെക്ടർ പ്ലസിലാകട്ടെ ഊർജ്ജസ്വലമായ അർബൻഡാൻ നിറത്തിലുള്ള ഇന്റീരിയറുമുണ്ട്. ഇത് കാബിനകത്ത് ഒരു പുതിയ ലക്ഷറി ഫീലും സ്റ്റൈലും കൊണ്ടുവരുന്നു. ഇതൊന്നും വെറും ചെറിയ മാറ്റങ്ങളല്ല. ഹെക്ടറിന് ഒരു പ്രീമിയം ഫീൽ നൽകാനും കൂടുതൽ ആകർഷകമാക്കാനും വിപണിയിൽ മികച്ച മത്സരക്ഷമത നേടാനും ലക്ഷ്യമിട്ടുള്ള കൃത്യമായ പ്ലാനിംഗോടെയുള്ള മെച്ചപ്പെടുത്തലുകളാണ് ഇവ. പുതിയ രൂപവും അകത്ത് കുറച്ചുകൂടി മാറ്റങ്ങളുമൊക്കെയായിട്ടാണ് MG ഹെക്ടർ വരുന്നത്. പക്ഷേ MG മോട്ടോർ ഇന്ത്യയുടെ ഒരു നിർണായക തീരുമാനം ഇപ്പോൾ വലിയൊരു സംസാരവിഷയമാണ്. പുതിയ ഹെക്ടർ ഇറങ്ങുമ്പോൾ പെട്രോൾ എഞ്ചിനിൽ മാത്രമേ കിട്ടൂ എന്നുള്ളതാണത്. ഒരുപാട് പേർക്ക്, പ്രത്യേകിച്ച് മൈലേജിനും ടോർക്കിനുമൊക്കെ പ്രാധാന്യം കൊടുക്കുന്നവരെ സംബന്ധിച്ച് ഇതൊരു വലിയ കാര്യമാണ്. ഈ സെഗ്മെന്റിൽ ഒരു പ്രധാനിയായ ഡീസൽ വേരിയന്റ് അടുത്ത വർഷം മാത്രമേ വരുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ തന്ത്രപരമായ നീക്കം കാരണം ഡീസൽ SUVകൾ വാങ്ങാൻ നോക്കുന്ന ഒരു വലിയ വിഭാഗം ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഒന്നുകിൽ കാത്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റു വണ്ടികൾ നോക്കേണ്ടി വരും. ഈ നീക്കം ചില ഉപഭോക്താക്കളെ താൽക്കാലികമായി മറ്റു കമ്പനികളിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് MGക്ക് അവരുടെ ആദ്യഘട്ടത്തിലെ ഉത്പാദനം കുറച്ചുകൂടി എളുപ്പമാക്കാനും പെട്രോൾ മാർക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഉപകരിക്കും. ഈ തീരുമാനം ഇന്ത്യയിലെ കടുത്ത മത്സരം നടക്കുന്ന മിഡ് സൈസ് SUV സെഗ്മെന്റിൽ നേരിട്ട് സ്വാധീനം ചെലുത്തും. കാരണം ഓരോ ഫീച്ചറും വിലയും എഞ്ചിൻ ഓപ്ഷനും സൂക്ഷ്മമായി വിലയിരുത്തപ്പെടുന്ന ഒരു യുദ്ധക്കളം ആണത്. ഹെക്ടർ എപ്പോഴും ഈ സെഗ്മെന്റിലെ ഒരു പ്രധാനിയാണ്. പക്ഷേ ടാറ്റ ഹാരിയർ, കരുത്തനായ ടാറ്റ സഫാരി, എപ്പോഴും ഹിറ്റായിട്ടുള്ള മഹീന്ദ്ര സ്കോർപിയോ എൻ തുടങ്ങിയ വമ്പന്മാരിൽ നിന്ന് കടുത്ത മത്സരം ഹെക്ടർ നേരിടുന്നുണ്ട്. ഈ എതിരാളികൾക്ക് ശക്തമായ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകൾ ഉൾപ്പെടെ പലതരം മോഡലുകൾ വിപണിയിലുണ്ട്. അതുകൊണ്ട് MGയുടെ ഈ പെട്രോൾ ഓൺലി ലോഞ്ച് ഒരു കണക്കുകൂട്ടിയ റിസ്ക് ആണെന്ന് തന്നെ പറയാം. വാങ്ങാൻ വരുന്നവർ പല ഓപ്ഷനുകളും നോക്കുന്ന ഈ സമയത്ത് ഡീസൽ വേരിയന്റ് ലോഞ്ചിലില്ലാത്തത് ഒരു നിർണായക ഘടകമായി മാറും. ഇത് വെറും വാങ്ങൽ തീരുമാനങ്ങളെ മാത്രമല്ല, വരും മാസങ്ങളിലെ മൊത്തം വിപണിയുടെ ഗതിയെയും സ്വാധീനിക്കും. സാധാരണ ഇന്ത്യൻ കാർ വാങ്ങാൻ വരുന്നവരെ സംബന്ധിച്ച് 2026 MG ഹെക്ടറിന്റെ ഈ പുതിയ ഫേസ്ലിഫ്റ്റ് വളരെ ആകർഷകമായ ഓപ്ഷനാണ് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു വശത്ത് ഒരു പുൾ ജനറേഷൻ മാറ്റമൊന്നും വരാതെ തന്നെ നല്ലൊരു പ്രീമിയം ലുക്കും ധാരാളം ക്രോമുമൊക്കെയുള്ള അടിമുടി മാറിയൊരു ഫീൽ നൽകുന്ന ഒരു SUVയാണ് ഇത്. 11.99 ലക്ഷം രൂപ എന്ന ആകർഷകമായ പ്രാരംഭ വിലയും ഇതിന്റെ വലിയൊരു പ്ലസ് പോയിന്റാണ്. ഫീച്ചറുകളുടെ കാര്യത്തിലും ആഡംബരത്തിന്റെ കാര്യത്തിലുമെല്ലാം മുടക്കുന്ന പണത്തിന് കൂടുതൽ മൂല്യം നൽകാൻ ഇതിന് കഴിഞ്ഞേക്കും. ഈ പുതിയ ഹെക്ടർ അതിന്റെ എതിരാളികളുമായി എങ്ങനെ മത്സരിക്കുന്നു എന്ന ആളുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഈഡിസ് പോലുള്ള അഡ്വാൻസ്ഡ് ഫീച്ചറുകൾ മുതൽ അകത്തെ നിലവാരവും സൗകര്യങ്ങളുമെല്ലാം അവർ വിലയിരുത്തുന്നുണ്ട്. എന്നാൽ പെട്രോൾ വേരിയന്റുകൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളതെന്നത് ഒരു ഇരട്ടവാളാണ്. പ്രത്യേകിച്ച് ഒരു ഡീസൽ SUV നോക്കുന്നവരെ സംബന്ധിച്ച് ഇത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്നുകിൽ അടുത്ത വർഷം വരെ കാത്തിരിക്കണം. അങ്ങനെയാകുമ്പോൾ ആദ്യകാല ഓഫറുകളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഡീസൽ ഓപ്ഷൻ നൽകുന്ന മറ്റു ബ്രാൻഡുകളിലേക്ക് മാറേണ്ടിവരും. ഇത് ഉപഭോക്താക്കളുടെ തീരുമാനങ്ങളെ നേരിട്ട് ബാധിക്കുകയും
ചിലരെ മറ്റു ബ്രാൻഡുകളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. പുതിയ കാർ വാങ്ങുന്നവരെ മാത്രമല്ല, നിലവിലുള്ള ഹെക്ടർ ഉടമകളും ഈ ഫേസ്ലിഫ്റ്റിനെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട്. ഇത്തരം അപ്ഡേറ്റുകൾ റീസെയിൽ മൂല്യങ്ങളെയും നിലവിലെ മോഡൽ മാറ്റി പുതിയതിലേക്ക് പോകാനുള്ള തീരുമാനങ്ങളെയും സ്വാധീനിക്കും. ഇത് സെക്കൻഡ് ഹാൻഡ് കാർ വിപണിയിൽ ഒരു വലിയ ചലനം സൃഷ്ടിച്ചേക്കാം. പുതിയ കാറുകൾ വിൽക്കുന്നത് മാത്രമല്ല ഇവിടെ വിഷയം, ബ്രാൻഡ് ഇമേജ്, ഉപഭോക്തൃ വിശ്വസ്തത, അതുപോലെ ഓരോ നീക്കവും വളരെ പ്രധാനപ്പെട്ട ഈ വിപണിയിലെ സൂക്ഷ്മമായ തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചുകൂടിയാണ്. MG ഹെക്ടർ ഫേസ്ലിഫ്റ്റ് ഇറങ്ങിയതിനു ശേഷം ഓൺലൈനിൽ നല്ല തിരക്കാണ് കണ്ടത്. കാർവാലെ പോലുള്ള പേരുകളിൽ ആളുകൾ കൂടുതൽ തിരിയുന്നുണ്ടെങ്കിൽ അത് വെറും കൗതുകം കൊണ്ടല്ല, ഇതൊരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ്. വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ വെറും താൽപ്പര്യമിട്ട് ഇപ്പോൾ ഗൗരവമായ പഠനങ്ങളിലേക്ക് കടക്കുകയാണ്. അവർ വെറും മനോഹരമായ ചിത്രങ്ങൾ മാത്രം നോക്കുകയല്ല, ഓൺ റോഡ് വിലകൾ സജീവമായി അന്വേഷിക്കുന്നുണ്ട്. ഇതേ വിഭാഗത്തിലെ മറ്റ് കാറുകളുമായി തങ്ങളുടെ മോഡലുകൾ താരതമ്യം ചെയ്യുന്നു. പിന്നെ 11.99 ലക്ഷം രൂപ എക്സ് ഷോറൂം വില സ്വന്തം ബഡ്ജറ്റിൽ എങ്ങനെ ഒതുങ്ങുമെന്നും സൂക്ഷ്മമായി പരിശോധിക്കുന്നു. ഈ താരതമ്യ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത സഹായികളായി മാറിയിരിക്കുകയാണ്. കാരണം വിശദമായ റിവ്യൂകളും ബുക്കിംഗ് വിവരങ്ങളും വശങ്ങളിലെ താരതമ്യങ്ങളും നൽകി ഉപഭോക്താക്കളെ അവർ കൂടുതൽ ശക്തരാക്കുന്നു. JSW-MG മോട്ടോർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഫേസ്ലിഫ്റ്റ് വെറുമൊരു മോഡൽ പുതുക്കൽ മാത്രമല്ല, വിപണിയിലെ തങ്ങളുടെ സ്ഥാനം നിലനിർത്താനുള്ള പോരാട്ടത്തിലെ ഒരു പ്രധാന തന്ത്രപരമായ നീക്കം കൂടിയാണിത്. ഹെക്ടറിന് ലഭിക്കുന്ന രണ്ടാമത്തെ വലിയ അപ്ഡേറ്റാണിത്. ഒരു പൂർണ്ണ പ്ലാറ്റ്ഫോം മാറ്റമില്ലാതെ തന്നെ തങ്ങളുടെ പ്രധാന മിഡ് സൈസ് SUV-യെ പുതിയതും മത്സരക്ഷമവുമാക്കി നിലനിർത്താനുള്ള MG-യുടെ പ്രതിബദ്ധത ഇതിൽ വ്യക്തമായി കാണാം. പുതിയ എതിരാളികളെ പ്രതിരോധിക്കാനുള്ള ഒരു മുൻകൂർ നീക്കമാണിത്. കൂടാതെ നല്ല വിൽപ്പന സാധ്യതയുള്ളതും ലാഭകരവുമായ ഈ വിഭാഗത്തിൽ തങ്ങളുടെ മുന്നേറ്റം നിലനിർത്താനുള്ള ഒരു വഴി കൂടിയാണിത്. ഈ വലിയ തിരച്ചിൽ കാണിക്കുന്നത് ഉപഭോക്താക്കളുടെ ഇടയിൽ ഹെക്ടർ ഫേസ്ലിഫ്റ്റിന് നല്ല ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിഞ്ഞു എന്നാണ്. വരും മാസങ്ങളിൽ ഇതിലും വലിയ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. കാരണം ഈ തരംഗം വിൽപ്പനയായി മാറ്റാനാണ് MG ലക്ഷ്യമിടുന്നത്. അതിലൂടെ ഇന്ത്യയിലെ ചലനാത്മകമായ SUV വിപണിയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനും നിലവിലുള്ള രീതികളെ ചോദ്യം ചെയ്യാനും അവർക്ക് സാധിക്കും.